നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സ്ട്രോബെറി കേക്കാണ് ഇന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കുന്നതിന് ഞാനൊരു 325 ഗ്രാം ഫ്രഷ് സ്ട്രോബെറി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത സ്ട്രോബെറി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ അതിൻ്റെ പൾപ്പെടുക്കാം. നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി നമ്മൾ അടിച്ചെടുത്തിരിക്കുകയാണ്. ഒരു ചെറിയ പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ സ്ട്രോബെറി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് വേവിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ടിത് വെന്തിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് 2.5 കപ്പ് മൈദ എടുക്കാം. ഇത് നമുക്ക് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി കേക്കിൻ്റെ മിക്സിങ് നോക്കാം. അതിനായിട്ട് ഒരു 250 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ, ഇത് ഫ്രിഡ്ജിൽ ഇരുന്നതായിരിക്കരുത്, തണുപ്പ് മാറ്റിയതായിരിക്കണം, നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇടാം. നമുക്കിതൊരു ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് അടിക്കാം. നന്നായിട്ട് നമ്മൾ ആ ബട്ടറും ഷുഗറും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 മുട്ട, ഇത് ഫ്രിഡ്ജിലിരുന്നായിരിക്കൽ തണുപ്പ് മാറിയ മുട്ടയായിരിക്കണം. നമുക്കിതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വീണ്ടും അടിക്കാം. ഈ മിക്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഈ മിക്സിലേക്ക് നമ്മൾ അരിച്ചെടുത്ത് വെച്ച മൈദ മാവ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഏകദേശം പകുതിയോളം ഒന്ന് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്യുക. മിക്സിലേക്ക് നമ്മുടെ സ്ട്രോബെറിയുടെ ഒരു 1/3 കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്യുക. ഇതിലേക്ക് ബാക്കി മൈദയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിതിൻ്റെ 2/1 ഭാഗവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും അടിക്കാം. അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് ചൂടായിരിക്കരുത്, റൂം ടെമ്പറേച്ചറിലെ പാലാണ്. നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം. കേക്കിൻ്റെ മിക്സ് നല്ല റെഡി ആയിരിക്കുകയാണ്. നമുക്കിതിനി ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈ മോൾഡിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം ഒന്ന് സ്പാച്ചില കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് നമുക്കൊരു 176 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കൊരു 40 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നല്ലപോലെ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. കേക്ക് റെഡി ആയിരിക്കുകയാണ്.
നമുക്കിത് ഓഫാക്കിയിട്ട് കേക്ക് തണുക്കാനായിട്ട് വെക്കാം. ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ ക്രീം കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് ഫ്രഷ് ക്രീം ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ ഒരു 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും കൂടെ ചേർക്കുകയാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് ഒന്നും കൂടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുണ്ടായിരുന്ന സ്ട്രോബെറിയുടെ ആ പൾപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മേളിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രീമും ശരിയായിരിക്കുകയാണ്. കേക്ക് നമുക്കിനി ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഞാൻ 2ആയിട്ട് മുറിച്ച് അതിൽ ഒരു പീസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിതിലോട്ട് ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടുത്ത പീസ് കേക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം നല്ലതുപോലെ പുരട്ടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി കേക്ക് റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.